നമ്മളങ്ങനെ ബാൽപാക്രം പോകുന്ന വഴിക്ക് വണ്ടി അങ്ങ് ഹീറ്റായി, ഓവർ ഹീറ്റായി. അത്രയും ഓഫ് റോഡല്ലേ. അങ്ങനെ കയറിയിട്ട് നമ്മളൊരു സ്ഥലത്ത് ഒരു ചായക്കട കൊണ്ട് നിർത്തിയതാണ്. ചായക്കട നിർത്തി അങ്ങനെ ചായ കുടിക്കുക. എന്തൊരു സാധനം ചായ? പിന്നെന്താ? ബോണ്ടയോ? നല്ല ബോണ്ടയെന്ന്. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ ആൾക്കാരാണ്. അവരിങ്ങനെ ചായക്കടയിലെ സ്വറ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കയറി ചെന്നത്. കൊള്ളാമല്ലേ? ഇഷ്ടപ്പെട്ടോ? കാര്യം പറയുന്നത് അന്തർജാസകോ? ഇതാണ് നമ്മുടെ ചായക്കട. നമ്മൾ ചോദിച്ചപ്പോൾ അകത്തോട്ട് കയറി നിർത്തണം പറഞ്ഞു. അമ്മച്ചേക്ക് അവിടെ ചായ കുടിക്കുകയാണ്. ചേച്ചിക്ക് അവിടെ ചായ ഇടുന്നുണ്ട്. അമ്മോനെ കണ്ടിട്ട് ഇവിടുത്തെ എല്ലാം കുഞ്ഞാവെ കെട്ടിയേക്കുന്നുണ്ടോ? അവരുടെ ഉടുപ്പില് കെട്ടി വെച്ചേക്കുന്നു. ഉള്ളതല്ലേ? അതിനെ നല്ല ആൾക്കാർ, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് എന്താണെന്നൊക്കെ ചോദിച്ചു ചായ കൊണ്ടുവന്ന് തരികയാണ്. ബാക്കി ഇനി എന്തായാലും കുറച്ചുകൂടി ഇങ്ങനത്തെ റോഡെല്ലാം ഓഫ് റോഡ് ടൈപ്പാണ്. അപ്പോൾ എപ്പോൾ അവിടെ ചെല്ലുമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബാക്കി പ്ലാനുകളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു കൾച്ചറിൻ്റെ രീതിയാണ്. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ എല്ലാം സ്ത്രീകളാണ് എല്ലാം ചെയ്യുന്നതും. എല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങളെല്ലാം സ്ത്രീകളുടേതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി കൾച്ചറാണ് ഇവിടുത്തെ. നമ്മുടെ പണ്ടത്തെ മരുമക്കത്തായൊക്കെ അല്ലേ. അപ്പം കല്യാണം കഴിഞ്ഞിട്ടായാലും നമ്മൾ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ ഇവിടെ തിരിച്ചാണ്, ഭർത്താവ് ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ പണ്ടത്തെ നമ്മുടെ മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ അങ്ങനത്തെ രീതികളൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. എന്താ ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ടോ? അവിടുന്ന് ഇങ്ങോട്ട് വന്നാലും ഇവിടുന്ന് അങ്ങോട്ട് വന്നാലും ആരാലും സഹിച്ചല്ലേ പറ്റൂ. എടുത്തില്ല. എല്ലാവരും നേരം എടുത്തോ? അകത്തിരിക്കുന്നവർക്ക് നേരം എടുത്തോ? അകത്തിരിക്കുന്നവർക്ക് കൊടുക്കടാ. ചെറിയൊരു ടീ ബ്രേക്കിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അപ്പം നേരത്തെ വന്നതുപോലത്തെ തന്നെ വഴിയാണ്. ഇവിടെ എല്ലാം റോഡ് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. നേരത്തെ മഴയത്ത് പഴയ റോഡൊക്കെ പോയി. അപ്പോൾ ഇവർ പുതിയ റോഡ് ഇങ്ങനെ പണിയാണ്. അപ്പം ചിലയിടത്തൊക്കെ വെള്ളം അടിച്ചിട്ടിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പൊടിയില്ല. പക്ഷേ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നോ ഓർമ്മിപ്പിക്കല്ലേ, ഒരുമാതിരിയത്തെ റോഡാണ്. റോഡിന് ഒരു വീതി കൂട്ടുക കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആകെ നമുക്കൊക്കെ ബാൽപാക്രത്തേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ. അതായത് ഇവരുടെ മെയിൻ ഒരു റോഡാണ് ഇത്. അപ്പോൾ അതേ പൊടി കാരണം ഞങ്ങൾ മാറ്റി നിർത്തിയാണ്. നമുക്കൊന്നും കാണാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക്. കാരണം വെളിയിൽ നിന്നൊരു വണ്ടി വന്നാൽ നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ പൊടിയാണ്. എന്നാൽ ചിലപ്പം ഈ റോഡൊക്കെ പണിഞ്ഞ് കഴിയുമ്പം നല്ല സൂപ്പർ ഒരു റൂട്ടായിട്ട് ഇത് മാറും. ഒരു ചെറിയ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ചെറിയ വനപ്രദേശമാണിതെല്ലാം. അപ്പോൾ ഇവിടെ എല്ലാം ഒരുമാതിരി എനിക്ക് പേരറിയാൻ വയ്യാത്ത ഒരുപാട് തരത്തിലുള്ള മരങ്ങളൊക്കെയാണ് ചുറ്റിനും ഉള്ളത്. ഒരു മഴ കഴിയുമ്പോഴത്തേന് നല്ല അടിപൊളിയാവും കാണാൻ. നമ്മൾ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മേഘാലയ എന്ന് പറയുന്ന കുന്നുകൾക്ക് ഒരു പ്രത്യേകതയാണ്. ഒരു പ്ലേറ്റ് കണക്കെയുള്ള കുന്നുകളായതുകൊണ്ട് തന്നെ മുകൾ ഭാഗം പരന്നതാണ്. അപ്പോൾ നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു താഴ്ചയുള്ള സ്ഥലമാണ്. എന്നാൽ അവിടെ എല്ലാം മരങ്ങളാണ്. അപ്പം ആ ചായക്കട കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഇതുവരെ മറ്റൊരു സെറ്റിൽമെൻറ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. എന്തായാലും അവിടുന്ന് ചായ കുടിച്ചത് തന്നെ കാര്യമായി. ഇത്രയും പൊക്കത്തിലുള്ള മണ്ണാണ് അവരെടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ലെവലിൽ ഈ റോഡ് കൊണ്ടുപോകുന്നത്. അപ്പം ഇത് കണ്ടണക്ക് അടുത്തൊരു മഴയത്ത് അവിടുന്ന് വീണ്ടും മണ്ണിടിഞ്ഞ് വീഴുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഒരു പക്ഷേ പണിഞ്ഞെല്ലാം കഴിയുമ്പോൾ അവർ സെറ്റാക്കുമായിരിക്കും. കാരണം നമ്മൾ സിക്കിമിലൊക്കെ ഒരുപാട് പുതിയ രീതിയിലുള്ള റോഡ് കൺസ്ട്രക്ഷനൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഭയങ്കര പൊടി. അപ്പം അവളും ഹെൽമെറ്റ് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവളെ അവൾ മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ കവർ ചെയ്തിരുത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത പൊടി. ഫുള്ള് ഏകദേശം 20 കിലോമീറ്ററോളം ആ റോഡ് പണിഞ്ഞുകൊണ്ടിരിക്കുക. ബൂട്ടൊക്കെ കണ്ട ഫുള്ള് പൊടിയായി. പക്ഷേ ബൂട്ടുള്ളതുകൊണ്ട് രക്ഷയാണ്. ബൂട്ട് ബാഗെല്ലാം നോക്ക്, ബാഗ് ഇട്ടിരുന്ന മാസ്ക് ഒക്കെയാണിത്. മാസ്ക് കംപ്ലീറ്റ് പൊടിയായി. അത് ഹെൽമെറ്റ് ഇട്ടിട്ട് അത് പൊടി അടിച്ചു എന്നുള്ളതാണ്.
വണ്ടിയൊക്കെ ആണെങ്കിൽ പൊടി അടിച്ച് ടയറൊക്കെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. എന്തോ ഇത് നോക്ക്. അപ്പോൾ നമ്മുടെ ബാൽപാക്രം യാത്രയുടെ 12 മണി ആയിട്ടുണ്ട്. 9 മണിക്കാണ്ട് ഇറങ്ങിയതാ സിജുന്ന്. 3 മണിക്കൂറായി ഇതുവരെ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സിജുന്ന് ഒരു 10 കിലോമീറ്റർ. അവിടെ ഭയങ്കര മോശം. ഇതിന് റോഡ് പണിയുന്നതുകൊണ്ട് അവർ കുറച്ച് ലെവലാക്കിയിട്ടുണ്ടെങ്കിലും പറയാം, നടുകിടന്ന് അടിക്കത്തില്ല. താരതമ്യേന ഭേദമാണ്. എന്നാലും സാരമില്ല. എന്നാലും വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്. ബാക്കി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കാം, ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കാം. ഫുഡ് കഴിക്കട്ടെ ആദ്യം. ചോറൊക്കെ വെച്ചോണ്ട് ഇറങ്ങിയോ നോക്കാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് മഹേഷ്കോള എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലൂടെയാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൽ റോഡുകൾക്കൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്ത് നമ്മൾ കയറുന്നത് ബാഗ്മറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതിനപ്പുറം ബാഗ്മറയാണ്. അപ്പോൾ മഹേഷ്കോളയിൽ നിന്ന് നമ്മൾ ബാഗ്മറയിലേക്ക് കയറുകയാണ്. അപ്പോൾ ദേ ഇത് കണ്ടോ, ഇതുപോലെ ഇപ്പം ഉണക്ക് കാലമായതുകൊണ്ടാണ് ഈ പുഴയിലൊന്നും വെള്ളമില്ലാത്തത്. അല്ലാത്ത സമയങ്ങളിൽ ഈ പാലം മുകളിൽ മുട്ടുന്ന രീതിയിൽ ഇവിടേക്ക് വെള്ളം എരച്ച് കയറുമെന്നാണ് ഇവർ പറയുന്നത്. കാട്ടിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് സൈഡിലങ്ങ് നിൽക്കാൻ ഒക്കില്ല. അങ്ങനെ വീണ്ടും വീണ്ടും വഴി ഇതേ ഭയങ്കര അധികം മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള സിറ്റുവേഷൻസൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്തു. ഇതേണ്ട ഒരുമാതിരി കറുത്ത ഒരു തരം ചെളിയാണ് ഈ ഇരിക്കുന്നത്. അവർ സിമെൻ്റൊന്നും തേച്ചൊന്നുമല്ല, ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു ഘടനയാണിത്. ഒരുമാതിരി കുഴഞ്ഞിരിക്കുന്ന ഒരു കറുത്ത ചെളി, അതായത് നമ്മുടെ ചാരം പോലെ അങ്ങനെയൊക്കെയുള്ളൊരു ചെളിയാണ്. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് കൊയില, അതായത് നമ്മുടെ കൽക്കരി ഖനന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ അംശങ്ങളൊക്കെയാണ് ഈ കറുത്ത നിറം മണ്ണിന് കൊടുക്കുന്നത്. അപ്പം അതിനേക്കാൾ കഷ്ടമാണ് ഈ മണ്ണ് ഇങ്ങനെ പൂഴിയായി പൊടിഞ്ഞു കിടക്കുന്നത്. നമുക്ക് കണ്ടോ, ടയർ നിങ്ങൾക്ക് പോകുമ്പം കാണാം, നമുക്ക് ബ്രേക്ക് പിടിക്കാനും പറ്റില്ല, ഒന്നും പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ആ ഭാഗം കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ ഒക്കെ ഒന്ന് കവർ ചെയ്ത് വരാൻ. ഇൻ കേസ് വണ്ടിക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടിയാൽ, ചെറുതെന്നല്ല, എന്ത് തരം പണി കിട്ടിയാലും വണ്ടി ശരിയാക്കുന്ന മെക്കാനിക്കുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ എങ്ങുമില്ല. എന്തായാലും ഞങ്ങളുടെ ബുള്ളു ഞങ്ങളെ വഴിയിലിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു എപ്പിസോഡാണിത്. ഭയങ്കര കഠിനമായ വഴിയായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളോട് ചോദിക്കാൻ പോലും ഇല്ല. നിങ്ങൾക്ക് ഇതേ നോക്കുമ്പോൾ അറിയാം, ഭയങ്കര വിജനമായ സ്ഥലമാണ്. ആകെയുള്ളത് റോഡ് പണിക്കാർ. അത് കിലോമീറ്ററുകൾക്ക് ശേഷമാണ് ഒരു ഗ്രൂപ്പിനെ നമ്മൾ കാണുന്നത്. നമ്മളിങ്ങനെ ബാൽപാക്രത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാപ്പ് നോക്കിയപ്പം ബംഗ്ലാദേശ് ബോർഡർ കണ്ടത്. നോക്കിയപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബോർഡർ സൈഡിൽ കൂടെ അതേ പ്ലെയിൻ എല്ലാം തന്നെ ഈ മലയാളം കഴിഞ്ഞ പ്ലെയിനാണ്. അപ്പോൾ അതെല്ലാം ബംഗ്ലാദേശിൻ്റെ പ്ലെയിൻസ് ആണ്. അവിടെ റൈസ്, നെല്ലിൻ്റെ കൃഷിയൊക്കെ കാണാം. അപ്പോൾ അതെല്ലാം ബംഗ്ലാദേശിൻ്റെ വിശാലമായിട്ടുള്ള പ്ലെയിനുകളാണ്. അങ്ങോട്ട് ബംഗ്ലാദേശ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ബോർഡറാണ്. അവിടെ ഒരു ബോർഡർ ഔട്ട് പോസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ഇവിടെ ചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു. കൊള്ളാല്ലേ, ഇവിടെ നല്ല വ്യൂ പോയിന്റ് കേട്ടിട്ടുണ്ട് ഈ വരുന്ന വഴിക്ക്. അതായത് ഇത് കണ്ടു കഴിഞ്ഞാല് നമ്മളുടെ പുനലൂര് തെങ്കാശി റൂട്ടിൽ നിന്ന് നമ്മൾ തെങ്കാശി എത്താറാവുമ്പോഴത്തേനും ഒരു പ്ലെയിൻ കാണത്തില്ലേ, അതേപോലെ ഉണ്ട് അല്ലേ? അതുപോലെ ഇല്ലേ ഇത്? അങ്ങോട്ടേക്ക് നിരപ്പായം കിടക്കുകയാണ്, ഒന്നുമില്ല, മലകളൊന്നുമില്ല. ഇപ്പോൾ പോകുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ കൂടെയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് താഴേക്ക് ബംഗ്ലാദേശാണ്. ആ പ്ലെയിനായിട്ട് കാണുന്ന പോർഷൻ മൊത്തം ബംഗ്ലാദേശാണ്. അപ്പം ഈ ഭാഗമൊക്കെ ഏറെക്കുറെ BRO ഒക്കെ ഡീൽ ചെയ്യുന്ന റോഡ് സൈഡുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അവർ കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളതായിട്ട് ഇവിടുത്തേക്ക് സിവിലിയൻസ് അവരോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ബംഗ്ലാദേശ്. അടിപൊളിയാണ് കാണാൻ. നമ്മുടെ വിശാലമായിട്ടുള്ള മേഘാലയൻ പ്ലേറ്റുവിൻ്റെ അല്ലെങ്കിൽ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് അതെല്ലാം തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ആ ഒരു സ്റ്റെപ്പ് കെട്ടിയേക്കുന്ന പോലെ കിടക്കുകയാണ്. ആ ഒരു ഭാഗങ്ങളിലെ ടോപ്പ് കണ്ട ആൾമോസ്റ്റ് ഇതാണ് നമ്മളുടെ ഫ്ലാറ്റാണ്. നമ്മുടെ അരുണാചലിൽ കണ്ട പോലെ സ്റ്റീപ്പായിട്ടുള്ള കുന്നുകളൊന്നുമില്ല, എല്ലാം നമ്മുടെ നമുക്ക് അമ്മാരി സാധനങ്ങളാണ്. ഇതാണ് നമ്മുടെ മേഘാലയൻ പ്ലേറ്റിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുന്നുകളെല്ലാം എവിടെ നോക്കിയാലും ആ ഒരു സ്ട്രക്ചറാണുള്ളത്. ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന കുന്നുകളല്ല, ഇങ്ങനെ പരന്ന് മുകൾ വശമുള്ള കുന്നുകളാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം, ചെറിയ ചെറിയ കുന്നുകൾ. ബാക്കി വെജിറ്റേഷനും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ നാട്ടിൽ കാണുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ സെറ്റിൽമെന്റ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ആ നാഷണൽ പാർക്കിന്റെ ഒരു ഭാഗമായിരിക്കാം ചിലപ്പോൾ നമ്മളിവിടെ നിന്നുകൊണ്ട് കാണുന്നത്.
നമ്മൾ മേഘാലയയുടെ ബോർഡർ ഒരു പരിധി വരെയും ഇങ്ങനെ കവർ ചെയ്ത്, അതായത് ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരറ്റം വരെ കവർ ചെയ്താണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ മേഘാലയയുടെ ഉൾവശത്തായിട്ട് വന്നു, കാരണം ബംഗ്ലാദേശ് ബോർഡറല്ല, ഇപ്പം നമ്മൾ ഉൾവശത്തേക്കായിട്ട് വന്നു. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് കൺസ്ട്രക്ഷൻ അവർ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെയൊന്നും ഓൾറെഡി വലിയ റോഡൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ റോഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് അവർ വലുതാക്കി വലിയ ഹൈവേ പോലെ ആക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വെറും തുടക്കം മാത്രമാണ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല തരം കളറിലുള്ള മണ്ണ് കണ്ടു. അപ്പോൾ ഇവിടെ മേഘാലയത്തിന് ലൈം സ്റ്റോൺ ഫോർമേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കൊയില സ്റ്റേഷനുകളുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനത്തെ ഖനനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മേഘാലയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോഡൊക്കെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾക്ക് നമ്മളുടെ സിക്കിം കവർ ചെയ്തതുപോലെ റാവ്ലങ്ങിലൊക്കെ പോയതുപോലെയാണ് തോന്നിയത്. ഇവിടെയൊക്കെ എന്തായാലും മണ്ണ് നല്ലതുപോലെ റോളർ കയറ്റി അടിച്ച് ഉറപ്പിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് വെച്ച് ഫ്യൂവലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കുറവ്, ഭയങ്കര ലോ ആയിട്ട് തോന്നി. അപ്പം നമ്മൾ ഇതാക്കി പോയതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇവിടെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു റീഫില്ലിംഗ് സ്റ്റേഷൻ കിട്ടും. കുറച്ചുകൂടെ ഉള്ള ദൂരം ഇങ്ങനെ പോകാൻ, നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഹൈവേ ചെന്ന് കയറുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇത് നോക്കി, ഈ റോഡ് മൊത്തം ഇങ്ങനെ കിടക്കുകയാണ്. നമുക്കൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ അടിച്ച് പറിച്ച് താഴെ വീഴും. എന്തായാലും ഇതൊക്കെയാണ് യാത്രയുടെ ഒരു ഹരമെന്ന് പറയുന്നത്. ഞങ്ങളോ ഞങ്ങളുടെ കുട്ടിക്കോ അല്ലെങ്കിൽ മോൾക്ക്, അതായത് പലരും കമൻസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു മോളുടെ കാര്യം, എന്തിനാണ് അതിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടുപോകുന്നത്. അവൾ 3 മാസം തൊട്ട് ട്രാവൽ ചെയ്ത് അവൾക്ക് ശീലമാണിത്. ആൾക്കിപ്പോൾ എന്നും രാവിലെ രാവിലെ എവിടെയെങ്കിലും ടാറ്റ പോകണ്ടോ എന്നാണ് അവൾ രാവിലെ എണീച്ച് ചോദിക്കുന്ന ആദ്യത്തെ കാര്യം. അതുകൊണ്ട് തന്നെ അവളിത് യൂസ്ഡാണ്. പിന്നെ അവളെ ഞങ്ങൾ ഒരു തരത്തിലും, അവൾ ഞങ്ങളുടെ കുഞ്ഞല്ലേ, അവളെ ഞങ്ങൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവളും ഇത് നല്ലതുപോലെ റിയലി എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈവഭാഗ്യത്താൽ ഞങ്ങൾക്ക് അസുഖങ്ങളോ അല്ലെങ്കിൽ വലിയ ആക്സിഡൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങളങ്ങനെ ബാൽപാക്രം എത്തിയിരിക്കുകയാണ്. ഇതാണ് ബാൽപാക്രം നാഷണൽ പാർക്ക്. സൗത്ത് കാരോ ഹിൽസിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡെൻസ് ആയിട്ടുള്ള കാടും, അതുപോലെ തന്നെ നമ്മൾ വാരിച്ചോര കയറിയ പോലത്തെ ചെറിയ ചെറിയ കാനോൺസുകളും മലയിടുക്കുകളും, അതുപോലെ തന്നെ ഇവിടെ ബാക്കി എല്ലാ തരത്തിലുള്ള ജീവികളും ഉള്ള ഒരു കാടാണ് ഇത്. അങ്ങനെ നമ്മൾ ബാൽപാക്രം എത്തിയിരിക്കുകയാണ്. ഇവിടം വരെയും, അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വരെയും റോഡ് എന്ന് പറയുന്ന സാധനം ഇല്ല. അങ്ങനെ ഇവിടം വരെ 90 കിലോമീറ്റർ ആയിരുന്നു. അതിൽ ആകെ ഒരു 15 കിലോമീറ്റർ മാക്സിമം കാണും നല്ല റോഡ്. ബാക്കി റോഡേ ഇല്ല, വണ്ടിക്കകത്ത് ഫുള്ള് പൊടിയാ. ഇതൊന്ന് കഴുകണം. നടക്കും, നോക്കും, ഒരെണ്ണം പറന്ന് നടക്കും എൻ്റെ പുറേ. അപ്പൊ ഞങ്ങൾ പറയാൻ വന്നത്, നമ്മുടെ പ്ലാനിങ് കുറച്ചൊന്ന് തെറ്റിപ്പോയി. കാരണം ബാൽപാക്രം നാഷണൽ പാർക്ക് ഓപ്പൺ അല്ല. മഴയത്ത് അതിന്റെ റോഡ്സ് ഒക്കെ ഒലിച്ചു പോയിട്ട് ഇപ്പം അത് റിനോവേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം മൊത്തം ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. അതിൽ 5-6 എങ്ങാണ്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങളങ്ങനെ ഫോറസ്റ്റിൻ്റെ IBയിൽ ഞങ്ങൾക്ക് സ്റ്റേ ഒക്കെ ശരിയായി. ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് കുറച്ച് നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ബാൽപാക്രം നാഷണൽ പാർക്കിന്റെ ഇത് കണ്ടായിരുന്നു. അപ്പോൾ അത് കാണുന്ന അതേ ആൾമോസ്റ്റ് സെയിം സ്ട്രക്ചറാണ് ഇവിടെ എന്നാലും കാണുന്നത്. അപ്പൊ ഞങ്ങള് കരുതി എന്നാ പിന്നെ ഇവിടെ ഒക്കെ നടന്ന് ചുറ്റിക്കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇപ്പൊ സമയം ഒരു 4 മണി ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ സന്ധ്യ ആയിട്ടില്ല. അപ്പം സാധാരണ 4 മണി ആകുമ്പോഴത്തേന് സന്ധ്യ ആവുമായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഇവിടെ ഇരുട്ടായിട്ടില്ല. നൈസായിട്ട് കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞു വിട്ട്. പിന്നെ മോൾ അവിടെ അതിന്റെ പുറകിൽ ഒരാളൂടെ വെച്ച് പിടിക്കുന്നുണ്ട്. കാണട്ടെ. ഫോറസ്റ്റ് IBയിലുള്ള ഒരു വാച്ച് ടവർ കയറി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ബാൽപാക്രത്തിന്റെ ഒരു പോർഷൻ ഫുള്ള് കാണാം. അപ്പൊ അദ്ദേഹം പുള്ളിക്കാരൻ അതിന്റെ മണ്ടയ്ക്ക് കയറി ചെയ്യുന്നതുകൊണ്ട് ഷോ കാണിക്കുകയാണ്. പക്ഷേ അവിടെ നല്ല കാറ്റാണ്, നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇതിന് ചുറ്റിനും കൈവരിയൊന്നുമില്ല. അപ്പം നമ്മൾ ചെറിയൊരു ഫോറസ്റ്റ് IBയിലാണ്. നമ്മുടെ IBയുടെ ചുറ്റുമൊക്കെ നടക്കാറിയതാണ്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കാണാനുണ്ടാവും. നമ്മൾ ചോദിച്ചപ്പോൾ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ പഴയൊരു നാടൻ കാഴ്ചകളൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നടന്നു. ഒരു പഴയ വില്ലേജ്, ഒരു ചെറിയൊരു ഇത് അത്രേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടുത്തെ ഒരു പ്രധാന കൃഷി എന്ന് പറയുന്നത് അടയ്ക്ക. ഇവിടെ എവിടെ ചെന്നാലും അതാണ്. അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മള് മുറുക്കാൻ ഇവിടെ നമ്മളെല്ലാവരും ചായ കഴിയുമ്പം ഓരോന്ന് മുറുക്കുക.
ചായക്ക് ശേഷം 24 മണിക്കൂർ ഉറങ്ങുമ്പോൾ അത് വേണം, അവർക്ക് നിർബന്ധമാണ്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നിർബന്ധമാണ്. പിന്നെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇനമല്ല, വേറൊരു തരം ഇനമാണ്. നല്ലതുപോലെ ഉണ്ട്. അത് ആസാമിൽ നിന്ന് ആൾ വന്ന് ബൾക്കായിട്ട് ഇത് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇവർക്ക് ഇവിടെ നിൽക്കുന്നു എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ, വില പറഞ്ഞ് ബൾക്കായിട്ട് ഇത് എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. നമുക്കൊരു പിക്ചർ പ്ലാന്റ് കാണണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ ബാക്ക്മറിൽ എൻ്റെ ഒരു സാങ്ച്വറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കാണാമെന്ന് വിചാരിച്ചിരുന്നു. അകത്ത് പോയി നാഷണൽ പാർക്കും കണ്ട് അകത്ത് പിക്ചർ പ്ലാന്റ്സ് ഒക്കെ കാണാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇനിയിപ്പം ബാക്ക്മറെ പോകണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും 3 മണിക്കൂർ പുറകോട്ട് പോകണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻ കേസ് മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കാണാമെന്ന് വിചാരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തിയിരിക്കണം, റിക്വസ്റ്റാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ. കണ്ണൂർ ടാറ്റ പറയടാ.